പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കിയ സ്ഥാനാർത്ഥികൾ. രഥോത്സവം നടക്കുന്ന കൽപ്പാത്തിയിൽ 3 സ്ഥാനാർത്ഥികളും എത്തി. അതേസമയം രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പദവിയിൽ എത്തിയതെന്ന് പരോക്ഷമായി സമ്മതിച്ച വി.ഡി. സതീശൻ. തന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് പാർലമെന്ററി പാർട്ടി യോഗമല്ല, AICC പ്രസിഡന്റാണ് തൻ്റെ പേര് പ്രഖ്യാപിച്ചതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പി.വി. കുട്ടനുണ്ട് സമഗ്ര വിവരങ്ങൾ നൽകാനായി. കുട്ടൻ, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ വിവാദങ്ങളും കത്തിപ്പടരുകയാണ്. രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പദവിയിലെത്തിയതെന്ന് പരോക്ഷമായി വി.ഡി. സതീശൻ സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടി യോഗമല്ല തന്നെ നേതാവായി തെരഞ്ഞെടുത്തത്, AICC പ്രസിഡന്റാണ് തൻ്റെ പേര് പ്രഖ്യാപിച്ചതെന്നും സതീശൻ പറയുന്നു. കോൺഗ്രസിലെ വിവാദങ്ങൾ ഒഴിയുന്നില്ല. എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, വയനാടിനും ചേലക്കരക്കുമൊപ്പം ഇന്നായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിരുന്നത്. ഇവിടെ പക്ഷേ പാലക്കാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ കൽപ്പാത്തി രഥോത്സവം ഇന്നു മുതൽ ആരംഭിക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീട്ടിവെച്ചത്. ഇനി ഒരാഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉള്ളത്. പാലക്കാട് പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഊർജിതമായ പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിന്റെ 1ാം ദിനമായിരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ, അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്ന് രാവിലെ തന്നെ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൽപ്പാത്തിയിലേക്ക് എത്തിയിരുന്നു. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ കൽപ്പാത്തി വലിയ ആവേശലഹരിയിലാണ്. ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ 10,000ങ്ങളാണ് ഈ കൽപ്പാത്തി തെരുവിലേക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളും ഊർജിതമായി നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കൽപ്പാത്തി രഥോത്സവം എത്തിയത് എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ രഥോത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായ ചർച്ചകളും വിവാദങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. വി.ഡി. സതീശൻ ആദ്യമായി എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഭാഗമായി UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന നേതാക്കൾ ഉൾപ്പെടെ സതീശൻ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായതെന്നും അതിന്റെ പിന്നിൽ വലിയ അട്ടിമറികൾ ഉണ്ടായിരുന്നു, ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം. തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത് പാർലമെന്ററി പാർട്ടി യോഗമല്ല, മറിച്ച് AICC പ്രസിഡന്റാണ് തന്നെ പ്രതിപക്ഷ നേതാവാക്കിയതെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. നേരത്തെ ഷാനിബ് ഉൾപ്പെടെയുള്ള സരിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയുടെ മനസ്സിനകത്ത് രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരണം എന്നുള്ളതായിരുന്നു. ആ തീരുമാനം അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലിനെയായിരുന്നു ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയോട് ഉറപ്പ് കൊടുത്ത് പുറത്തെത്തിയ ഷാഫി പെട്ടെന്ന് തന്നെ കളം മാറി വി.ഡി. സതീശന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു അട്ടിമറിയിലൂടെ, വലിയൊരു ചതിയിലൂടെയാണ് വി.ഡി. സതീശൻ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയതെന്ന് ഈ കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന നേതാക്കളൊക്കെ ആരോപിച്ചിരുന്നു. അത് ശരിവെക്കും വിധം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വി.ഡി. സതീശന്റെ ഒരു പ്രതികരണം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് ആദ്യമായിട്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത് പാർലമെന്ററി പാർട്ടി യോഗമായിരുന്നില്ല, മറിച്ച് AICC പ്രസിഡന്റാണ് എന്നുള്ളതാണ്. ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കും. ഏതായാലും ഇവിടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണവും തെരഞ്ഞെടുപ്പ് രംഗവും ഒക്കെ വളരെ സജീവമായി മുന്നേറുകയാണ്. ബിനു, വളരെ വ്യക്തമാണ്. കുട്ടനാണ് സമഗ്രമായി വിവരങ്ങൾ നൽകിയത്.